ദീദി, ഇവിടെ ഇവിടെ ഇപ്പോഴും ചോദ്യങ്ങളാണ്. ഇവിടെ ശരി, ദിലീപ് എന്ന് പറഞ്ഞ 8ാം പ്രതിക്ക് ബി രാമപിള്ള പോലെയുള്ള ഒരു വലിയ വക്കീലിന് കൊടുക്കാനുള്ള കോടികൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന കാര്യം ആർക്കും തർക്കമില്ല. പക്ഷേ ഇതിലെ പൾസർ സുനി എന്ന് പറഞ്ഞ 1ാം പ്രതി, ഒരു ദിവസക്കൂലിക്കാരനായ ഒരു സാധാരണ ഡ്രൈവർ, അയാൾ ഹൈക്കോടതിയിലേക്ക് 10 തവണ എന്താണ് ജാമ്യാപേക്ഷ പോയത്. കോടതി തന്നെ ചോദിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ, ഇയാളുടെ ഈ പണം ഇവിടുന്ന് എവിടുന്നാണ് ചോദിക്കുന്നുണ്ട്. ജാമ്യം കിട്ടി ഇറങ്ങി പിന്നെ വൻ മോഡലിംഗ് ആയിരുന്നു. ഈ പറയുന്ന രീതിയിൽ എന്താണ് ഇതൊക്കെ പിടിച്ച് നോക്കിയാൽ മതി. വൻ മോഡലിങ്ങിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ, അയാൾ കൊച്ചിയിൽ വന്നു പോകുന്നതൊക്കെ ആഡംബര വാഹനങ്ങൾ. ഇയാളുടെ പണം എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ദീദി, ശരി, ഇനി പറയുന്നത് പോലെ അതിൻ്റെ മുഖ്യ ഗൂഢാലോചന ദിലീപല്ല, ഓക്കെ. പക്ഷേ ഇതുപോലെ ഈ നടിയുമായിട്ട് ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരു ദിവസക്കൂലിക്കാരനായ ഡ്രൈവർ, കൂടെ 5 പേർ, ഒരു മുഖ്യധാരാ നടിയെ റേപ്പ് ചെയ്ത് ആ ബലാത്സംഗം ഈ പറയുന്ന വിഷ്വലിൽ ചിത്രീകരിച്ച് ഗൂഢകേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി വേണ്ടേ ദീദി? കോടതിയെ സംബന്ധിച്ച് ആ പറഞ്ഞ ആള് 8ാമത്തെ പ്രതി അല്ല എന്ന് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ. അതാരാണ് എന്ന് കോടതിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കുറ്റാരോപിതനായ ആളല്ല എന്ന് പറഞ്ഞാൽ കോടതിയുടെ പണി അവിടെ കഴിഞ്ഞു. പക്ഷേ ആ പരാതി പറഞ്ഞ് അവരുടെ കൂടെ ആ യാത്രയിൽ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള പാനലിസ്റ്റ്, പ്രത്യേകിച്ച് ശ്രീ സജി നന്ദ്യാട്ടിനെ ഞാനൊന്ന് അവരോടൊപ്പം ട്രാവൽ ചെയ്യാൻ ക്ഷണിക്കുകയാണ്. എന്താണ് ഒരു സ്ത്രീ ഒരു പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്? അവരുടെ സംഘടനയിൽ എത്ര പേര് അവരോടൊപ്പം ഉണ്ട് എന്നവർക്ക് തോന്നി? അവർക്ക് എന്തുകൊണ്ടാണ് അവർ ജോലി തുടങ്ങിയപ്പോൾ മുതൽ ഭാഗമായിട്ടുള്ള ഒരു സംഘടനയിൽ നിന്നും അവർക്കുണ്ടായ തിരിച്ചടി എന്താണ്? എവിടെയാണ് അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായത്? ഈ വിചാരണയ്ക്കിടയിൽ ആ കുട്ടി എനിക്ക് അയച്ച വോയിസ് നോട്ടുകൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ വിചാരണ ദിവസങ്ങളിൽ അവരവിടെ നിന്നത് എന്നതിന് ഇതിൻ്റെ അപ്പുറത്ത് ഒരു തെളിവ് വേണ്ട. നമ്മൾ നീതി തേടിയിട്ട് പോകുന്നത് ഏറ്റവും ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നീതി തേടി പോകുന്ന ആ സ്ഥലത്ത്, ആ പ്ലാറ്റ്ഫോം പോലും എങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറിയതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയിലെ പ്രബലരായിട്ടുള്ള ആൾക്കാർ മുഴുവനും വലിയ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റാണ്. കുറ്റാരോപിതനായ ആളോടൊപ്പം നിൽക്കുന്നു, പരസ്യമായിട്ട് വേദികൾ പങ്കിടുന്നു എന്നൊക്കെ പറയുന്നതിൽ കുറ്റമുണ്ട് എന്നല്ല. പക്ഷേ ആ അതിജീവിതയ്ക്ക് അത് കൊടുക്കുന്ന എങ്ങനെയാണ് ആ മൊറൽ തകർക്കുന്നത് എന്ന് അറിയാൻ നമുക്കിതിൽ കൂടുതലൊന്നും വേണ്ട. നേരത്തെ ഞാൻ ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തി പറയാൻ കാരണം അത്രയ്ക്കുണ്ട് സമാനതകൾ. എന്തുകൊണ്ടാണ് ഇതേ പാറ്റേൺ ആവർത്തിക്കുന്നത് എന്നതിലാണ് ഏറ്റവും വിഷമം. അതിലും ഇതേപോലെയാണ് ഗൂഢാലോചന നടത്തുന്നത് അജിതയ്ക്കയുടെ താല്പര്യത്തിന് പരാതിക്കാരികളെ കൊണ്ടുവരുന്നു. ഇതേപോലെ ലഡു വിതരണം നടത്തുന്നു. ഇത് മുഴുവൻ അത് കഴിഞ്ഞിട്ട് കേരളം എന്താണ് അദ്ദേഹത്തിനോട് ചെയ്തത്? റെക്കോർഡ് വിജയമായിരുന്നു അടുത്ത ഇലക്ഷനിൽ. അതാണ് ഇപ്പം മനസാക്ഷിയുടെ കോടതി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിനൊന്നും നമ്മളുടെ മുമ്പിൽ തെളിവില്ല. ഇവിടെ സ്ത്രീകൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പരാതിക്കാരിക്ക് മാതൃകാപരമായിട്ട് അവർ പറഞ്ഞ് അതിൽ ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇതിൽ വീക്ക്ലിങ്സ് ഉണ്ടല്ലോ, ആ വീക്ക്ലിങ്സിനെയാണ് ഇതിന് മുമ്പെയുള്ള കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ടത്. ഒരു പരാതിയിൽ 2 പേരുടെ പേര് ഒരുമിച്ച് പറയുമ്പോൾ അതിൽ ഡ്രൈവറിൻ്റെ പേരിൽ മാത്രം നടപടിയെടുക്കുകയും അതേ മൊഴിയിലുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രബലരായവരുടെ ഒന്നും പേരിൽ നടപടികളില്ലാതിരിക്കുകയും തെളിവുകൾ തെളിവ് എന്ന മട്ടിൽ ഓരോ തവണയും ഇതൊക്കെ മുന്നിൽ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്യുന്ന ആ ടെക്നീക്ക് ഉണ്ടല്ലോ, അത് ഒരു പാറ്റേണാണ്. അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സാങ്കേതികതയിലേക്ക് കടക്കാൻ എനിക്ക് അതിനുള്ള ജ്ഞാനമില്ല. പക്ഷെ 12-ാം തീയതി ഇത് അവർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂക്ഷ്മ വായന നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം മിനി ഈ വിചാരണ സമയങ്ങളിൽ മിക്ക ദിവസം രാത്രികളിൽ വിളിച്ച് മിനി പറയാറുള്ള കാര്യങ്ങൾ വെച്ച് ഞാൻ ഒരു സാമാന്യ ബുദ്ധി വെച്ചിട്ട് അത്രയൊക്കെ തെളിവുകൾ മതി എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. പോരാ എന്ന് കോടതിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ ദീദിക്ക് ഞാൻ ദീദി എന്ന പേര് വിളിക്കുന്നത് ഏതെങ്കിലും ബഹുമാനക്കുറവാണോ കരുതല്ലേ? ദീദി എന്ന പേരിൽ തന്നെ ബഹുമാനമുള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ദീദിക്ക് ഈ കേസിൽ 1 മുതൽ 10 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്ന ഉറപ്പുണ്ടായിരുന്നോ? ഒരിക്കലുമില്ല. ഞാനത് ആവർത്തിച്ച് അതിജീവിതയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് തയ്യാറായിരിക്കണം. ഈ പറഞ്ഞ തോൽവി
അതെന്തായാലും ഉണ്ടാവും. കാരണം ഇതിൽ കൂടുതൽ തെളിവുകളുള്ള കേസുകളുടെ ഭാഗമായിട്ടുണ്ട്, ഞാനതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും ഈ പറഞ്ഞ അനിവാര്യമായിട്ടുള്ള തോൽവി ഉണ്ടല്ലോ, അതിന് തയ്യാറായിരിക്കണം എന്ന് ഞാൻ ത്രൂ ഔട്ട് എപ്പോഴും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് എനിക്ക് കിട്ടിയ മറുപടി അതുപോലെ അല്ല, ഈ കേസിന് വ്യത്യാസമുണ്ട്, ഈ കേസിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് തിരിച്ച് അവൾ എനിക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ക്യൂ ലിസ്റ്റിൽ ഒന്നുകൂടെ ഇനിയും നീതി തേടി ഇതിനും മേലെയുള്ള കോടതിയിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട് എന്ന മട്ടിൽ ഇനിയുള്ള ശിഷ്ട ആയുസിൻ്റെ ബാക്കി വർഷങ്ങൾ കൂടി ഇനിയും പോരാടി മുന്നോട്ട് പോകാം എന്നാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മെസ്സേജ് എന്താണ് മെസ്സേജ്? ഈ വിധി പ്രസ്താവനയോടുകൂടി കേരളത്തിലെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പം അവൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി അവൾ കോടതിയിൽ പോകണം എന്നാണോ, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യണം എന്നാണോ? അതൊരിക്കലും പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വിധിയോടുകൂടെ ഇവിടുത്തെ മലയാളികളായിട്ടുള്ള സ്ത്രീകൾക്ക് മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് ഈ വിധി യാഥാർത്ഥ്യം അതും തോന്നാമെങ്കിൽ. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അത് ഒരുപാട് പേരുടെ പ്രതീക്ഷകളെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള കുതിപ്പിനെ അല്ലെങ്കിൽ മുന്നോട്ട് നിവർന്നു നിൽക്കാനുള്ള ധൈര്യത്തെ ഒക്കെ ചോർത്തിക്കളയില്ല. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതറിയാനിട്ടല്ല ഹാഷ്മി, ഏറ്റവും സിനിക്കലായിട്ട് തോന്നിപ്പോകുന്ന ഒരു നിമിഷത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.